പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് ബുധനാഴ്ച ദിനം വലിയൊരു ആനന്ദത്തിൻ്റെയും കൃപയുടെയും ഈ അൾത്താരേതാണ്. ഇതാണ് നമ്മളുടെ കാച്ചേരി സെൻറ് മേരീസ് ദേവാലയം, മഡോണ നഗർ. ഈ അൾത്താരയിലാണ് പ്രിയ സഹോദരങ്ങളെ ഈ ഇടവകയായിട്ടൊരു ആത്മബന്ധം എന്താണെങ്കിൽ നമ്മുടെ തൃശ്ശൂർ അതിരൂപതയുടെ മൈനസ് സെമിനാരി. ഇതിൻ്റെ പുറകിലും അതിൻ്റെ തൊട്ടപ്പുറത്താണ് മൈനസ് സെമിനാരി. ഈ ഇടവകയിലെ വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ സെമിനാരിൽ പഠിക്കുന്ന സമയത്ത് പോപ്പുലർ മിഷൻ ധ്യാനം പോലെ സ്നേഹോത്സവം എന്ന് പറഞ്ഞിട്ടുള്ളൊരു ധ്യാനമൊക്കെ നടത്തിയത് ഓർക്കാണ്. ഈ കഴിഞ്ഞ 4 ദിവസങ്ങളിൽ കേട്ടോ അതിന് ശുശ്രൂഷകൾക്കെല്ലാം നേതൃത്വം കൊടുത്തത് ബഹുമാനപ്പെട്ട പ്രദീപച്ചനാണ്, വികാരിച്ചനാണ് നേതൃത്വം കൊടുത്തത്. ദൈവജനം ശരിക്കും ഒറ്റക്കെട്ടായിട്ട് നല്ല എരിവോടുകൂടി ശുശ്രൂഷകളൊക്കെ പങ്കെടുത്തത് പ്രത്യേക നന്ദിയോടെ. അതുകൊണ്ട് തന്നെ ഇന്ന് ഈശോയ്ക്ക് നന്ദി പറഞ്ഞിട്ടുള്ള ഒരു ദിനമാണ്. ധാരാളം സമയം പ്രാർത്ഥിക്കുന്ന ദിവസമാണ്. നിങ്ങളുടെ പ്രാർത്ഥനയിലെ കുറേ നിയോഗങ്ങളൊക്കെ അവർ എഴുതി തന്നിട്ടുണ്ട്. നിങ്ങളുടെ പ്രാർത്ഥനയിലെ ഇടവകയിലെ ദൈവജനത്തെ കൂടി സ്മരിക്കണം കേട്ടോ. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് ഹെബ്രായ ലേഖനം 10:39. അവിടെ വചനം വെളിപ്പെടുത്തുകയാണ്, പിന്മാറി നശിപ്പിക്കപ്പെടുന്നവരുടെ കൂട്ടത്തിലല്ല, വിശ്വസിച്ച് ആത്മരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിൽ. പിന്മാറി അയ്യോ എനിക്കിതൊന്നും പറ്റില്ല, എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റില്ല, ഞാൻ പ്രാർത്ഥിച്ചിട്ട് നേരെയാവില്ല, അങ്ങനെ പിന്മാറാനല്ല, വിശ്വസിച്ച് ആത്മരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലേക്ക് പ്രിയ സഹോദരങ്ങളെ നാം ചേർക്കപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ ചിലപ്പോൾ അങ്ങനെ ഒരു പിന്മാറ്റത്തിൻ്റെ അരൂപി, ആത്മീയ ജീവിതത്തിൽ പിന്മാറ്റത്തിൻ്റെ അരൂപി, അത് തിന്മ നമ്മുടെ ജീവിതത്തിലേക്ക് പതുക്കെ കയറി തുടങ്ങിയെന്നുള്ളതിൻ്റെ തെളിവാണ്. പിന്മാറരുത് സഹോദരങ്ങൾ. ചിലപ്പോൾ നമുക്ക് വീഴ്ചകളുണ്ടാകാം, ബലഹീനതകളുണ്ടാകാം, പോരായ്മകളുണ്ടാകാം. പക്ഷെ പിന്മാറ്റത്തിൻ്റെ അരൂപിയെ പ്രിയ സഹോദരങ്ങളെ എതിർത്ത് തോൽപ്പിക്കണമെന്ന് സ്വർഗം ആഗ്രഹിക്കുന്നുണ്ട്. ദൈവമേ, എന്നെ കേൾക്കുന്ന ഓരോ മകനും മകളും ഈ പിന്മാറ്റത്തിൻ്റെ അരൂപിയെ അതിജീവിച്ച്, ഓരോ മകനും മകളും മാത്രമല്ല, അയോഗ്യദാസനും പിന്മാറ്റത്തിൻ്റെ അരൂപിയെ അതിജീവിച്ച് വിശ്വസിച്ച് ആത്മരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലേക്ക് കർത്താവെ കടന്നു വരുവാൻ പരിശുദ്ധാത്മാവേ ഞങ്ങളെ സഹായിക്കണമേ. രക്ഷിതാവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആശീർവദിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.